രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ സൈബർ ആക്രമണം നേരിടുന്നതായി അതിജീവിതമാർ. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനെതിരെയാണ് പരാതി. 3 പേരും പരാതി നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഇതൊക്കെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. ഞാനിപ്പോ ഒരു ഇന്റർവ്യൂല് എന്റെ ഒരു ഈ വിഷമം, എന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ സംസാരിച്ചു, അതെങ്ങനെയോ വൈറലായി. അപ്പം വെൽക്കം ബാക്ക്. കൂടുതൽ മുഖവരെയൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടം സംബന്ധിച്ച വിഷയം പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഇലക്ഷൻ ചൂടൊക്കെ ഇങ്ങനെ ചുവട് പിടിച്ച് നിൽക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്രണ്ട് ഫെനി നൈനാനെതിരായിട്ട് തങ്ങൾ സൈബർ ആക്രമണം നേരിടുന്നു എന്നാരോപിച്ച് അതിജീവിതകൾ, ഞാൻ അതിജീവിതകൾ എന്ന് വിളിക്കില്ല, പരാതിക്കാരികൾ വീണ്ടും പരാതി കൊടുത്തിരിക്കാണ്. DGP നേരിട്ട് പരാതി എടുക്കും, വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നീക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരുന്നത്. അതിൽ അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെനി നൈനാൻ പോലും ഈ വാർത്തകളിലൂടെയാണ് അറിയുന്നത്. തങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ടെന്ന് ഈ വാർത്ത വന്നപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ രാഹുൽ മാങ്കൂട്ടം മാത്രമേ ഉള്ളൂ? കഴിഞ്ഞ ദിവസം നമ്മുടെ KSRTC മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിന്റെ ഭാര്യ ഇതുപോലെ പിങ്ക് പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോഴത്തേക്ക് പിറ്റേ ദിവസം അത് കുടുംബ വഴക്കായിട്ട് പോയി. അതിന് കേസും കാര്യങ്ങളും ഒന്നുമില്ല. അത് മാത്രമല്ല, LDFന്റെ അനുയായികള് ഇതുപോലെ കുറെ അധികം അതിജീവിതമാരെ പീഡിപ്പിച്ചായിരുന്നു. അപ്പൊ അവരെല്ലാം കൂടെ CM-ന്റെ ഓഫീസ് കയറി ഇറങ്ങി നടന്നിട്ട് 10-15 ദിവസം എടുത്തു. അല്ലെ, അവരൊരു സിനിമാ മേഖലയിലുള്ള ഒരാളായിട്ട് പോലും 10-15 ദിവസം എടുത്തു അവർക്കെതിരെ ഒരു കേസും കാര്യങ്ങളും, ഒരു FIR ഇട്ടോ, അത് ഒതുക്കി തീർത്തെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു കേസും കാര്യങ്ങളൊക്കെ എടുക്കാൻ. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വരുമ്പോൾ അത് പിന്നെ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ചടകുടഞ്ഞ് എഴുന്നേറ്റ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ അതെനിക്ക് എന്തോ ഒരു ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഒന്നാം പരാതിക്കാരിയുടെ ഹർജി പോലും പരിഗണിക്കാതെ സുപ്രീം കോടതി തള്ളുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരു വാർത്ത ഉണ്ടായിരുന്നില്ല. ആ വാർത്തയ്ക്ക് ആ ഊർജവും ആ ഓജസ്സും തേജസ്സും ഒന്നും കണ്ടിരുന്നില്ല. അതേസമയം ഈ ഒരു വേറെ ഒരു പരാതിക്കാരികൾ, അതായത് ഇരകൾ എന്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെതിരായിട്ടോ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് വളരെ വലിയൊരു ചർച്ചാ വിഷയവും അതൊരു കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു ഇതൊക്കെയാണ്. അപ്പം അതൊക്കെയാണ് ഇതിന്റെ വാസ്തവം. എന്തൊക്കെയായാലും നമുക്ക് ആ വന്ന ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ സൈബർ ആക്രമണം നേരിടുന്നതായി അതിജീവിതമാർ. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനെതിരെയാണ് പരാതി. 3 പേരും പരാതി നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ കർശന നടപടിയെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി പോലീസിന് നിർദ്ദേശം നൽകി. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, ഫെനി നൈനാനിൽ നിന്നും സൈബർ ആക്രമണം നേരിടുന്നു എന്നാണ് 3 അതിജീവിതമാരുടെയും പരാതി. അതിന് വേണ്ട തെളിവുകളെല്ലാം ഇപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ടോ അതിജീവിതമാർ? ഈ രണ്ടാമത്തെ അതിജീവിത എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒന്നാമത്തെ പിന്നെ ആൾക്കാർ കുറച്ചെങ്കിലും ഐഡന്റിഫൈ ചെയ്തെന്ന് പറയാം, ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ വൈഫ് ആയതുകൊണ്ട്. രണ്ടാമത്തെ അതിജീവിതയെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവര് ഡിജിറ്റലായിട്ടാണ് പരാതി കൊടുത്തത്. അവരെങ്ങോ ദുബായിലോ മറ്റെവിടെയോ കണ്ട് ഇരുന്ന് കൊടുക്കുന്നു. അവർ നേരിട്ട് ഇവിടെ കേരളത്തിൽ എത്തിയിരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ആരും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സൈബർ ആക്രമണം നേരിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നത്? പിന്നെ ഇവരുടെ ഒരു ഫോൺ സ്റ്റാറ്റസ് കണ്ടപ്പോഴത്തേക്ക്, ഇവര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്റ്റാറ്റസ് കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം സ്റ്റാറ്റസ് കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു കോള് പോയി. ആ കോള് പോയപ്പോഴത്തേക്ക് ഇവര് അതൊരു പരാതിയായിട്ട് വന്നിരുന്നു. അതും കോടതി തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ അതിജീവിതയുടെ അമ്മ നിരന്തരമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് സംഭവം. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ആള് വിട്ടുകളയുന്ന കേസുകൾ പിന്നെയും ഈ അതിജീവിതകളുടെ ബന്ധുക്കളോ മറ്റാരെങ്കിലുമാണ് ഇതുപോലെ വള്ളിയും കാര്യങ്ങളും പിടിച്ച് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഇവരെയൊക്കെ എങ്ങനെയാണ് അതിജീവിതകളെന്ന് പറയാൻ പറ്റുന്നത്? ഇവിടെ ഞാൻ എപ്പോഴും പറഞ്ഞാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ 1, 2, 3, 4, 10 വരെ പോയിക്കോട്ടെ, എന്താണെങ്കിലും ഇവിടെ അവിഹിതം എന്നുള്ള ഒരു പരിപാടിയാണ് നടന്നിരിക്കുന്നത്. ഈ അതിജീവിതകൾ എന്ന് പറഞ്ഞ എല്ലാവളുമാരും കല്യാണം കഴിഞ്ഞവളുമാര് തന്നെയാണ്. അതിലൊരാള് കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു പരസ്പര സമ്മതത്തോടെ നടന്ന ഒരു കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അതിജീവിതകളുമാര് പീഡനം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്? അതൊക്കെ വളരെ വളരെ മോശമാണ്. ഒരാളെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇതിനകത്തെല്ലാം പൊളിറ്റിക്സ് ആണ്. നമുക്ക് ആർക്കാണ് അറിയാൻ പാടില്ല, ഇതിനകത്ത് നന്നായിട്ട് നടക്കുന്ന പൊളിറ്റിക്സ് ആണ്. പിന്നെ റിനിയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കണ്ണി. റിനിക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് കേട്ടിട്ടില്ലേ? റിനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ നടന്നതും അതിനെ അപ്രോച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം ആ ഒരു വഴിക്ക് വരാഞ്ഞപ്പോഴത്തേക്ക് രാഹുലിന്റെ 2 കൊട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ അവളാണ് ഈ കേസ് ആദ്യമേ കുത്തിപ്പൊക്കിക്കൊണ്ട് 3-5-6 മാസത്തിന് മുമ്പ് വരുന്നത്. എന്നിട്ട് ഇപ്പൊ അവൾ അവിടെ ഇരുന്നുകൊണ്ട് നല്ല പിള്ള ചമയാണ്. നമ്മൾ കണ്ടതാണ് മെസ്സേജും കാര്യങ്ങളും, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയും. നമ്മൾ പക്ഷെ പോവട്ടെ, വിട്ടുകളെ, നമ്മൾ ആ ഒരു സബ്ജക്റ്റിലോട്ട് വരുന്നില്ല. എന്തൊക്കെയായാലും ഇതൊക്കെയാണ് വിഷയങ്ങൾ. ബാക്കിയും കൂടെ തുടർന്ന് കേൾക്കാം. നടപടി പ്രതീക്ഷിക്കാമോ നമുക്ക്?
രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടുകാരൻ കൂടിയായ ഫെനി നൈനാനെതിരെയാണ്. വളരെ വേഗത്തിലുള്ള നടപടി വേണമെന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം. 3 പരാതികളിലും പ്രത്യേക സംഘത്തെ തന്നെ ആളുകളെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഫെനി നൈനാനെതിരായിട്ട് നൽകിയിരിക്കുന്ന പരാതിയിൽ ഡിവൈഎസ്പിക്കാണ് അന്വേഷണം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 2 പരാതികളിൽ അതത് സൈബർ ടീമുകൾ അന്വേഷിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 പേരാണ് ബലാത്സംഗ പരാതി നൽകിയിരുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടം ജാമ്യം ലഭിച്ച ഓക്കെ, ഈ നിയാസ് മലബാറി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ റിനി ആൻഡ് ജോർജിന് അഗൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്തൊക്കെ എങ്ങനെയാണ് ഫെനി നൈനാൻ ഇതിനകത്ത് പെടുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നതെന്നും അറിയത്തില്ല. അപ്പം 3ാമത്തെ പരാതിക്കാരി കുറെ അധികം ഫേക്ക് അക്കൗണ്ടിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതും ജസ്റ്റ് തള്ളിപ്പോകുന്ന കേസാണ്, വെറും തള്ളിപ്പോകുന്ന കേസ്. സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ടും ഈ ഇലക്ഷന്റെ സമയത്ത് ഒന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു ചെറിയ കേസ്. അപ്പം റിനി എന്നാലും 1-2 കളിക്ക് നീ തയ്യാറായിട്ടിരുന്നോ റിനി മോളെ? എന്താ വെച്ചാലും നീ നിന്റെ വായും കൊണ്ട് തന്നെ 3ാം പരാതിക്കാരിയുമായിട്ടുള്ള ബന്ധം എന്താണ്, നീ അവരെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ല നീ അവരെങ്ങനെയാണ് ഫോഴ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നീ നിന്റെ വായും കൊണ്ട് തന്നെ പറയേണ്ടി വരും. അതിനുള്ള വഴി നിന്നെ അടിക്കാനുള്ള വഴി റിനി നീ തന്നെ ഒരുക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നാലും റിനി കഴിഞ്ഞ ദിവസം റിനിയുടെ ചാനലിലൂടെ കുറച്ച് ഇന്റർവ്യൂ കാര്യങ്ങളുടെ ക്ലിപ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് ചുമ്മാ രസത്തിന് ഒന്ന് കണ്ടിട്ട് വരാം. പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, ഇതൊക്കെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. ഞാനിപ്പോ ഒരു ഇന്റർവ്യൂല് എന്റെ ഒരു ഈ വിഷമം, എന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ സംസാരിച്ചു, അതെങ്ങനെയോ വൈറലായി. പ്രത്യേകിച്ച് നല്ലതായിരുന്നു എന്നോ ചീത്തയായിരുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതെന്റെ ഒരു നിയോഗമായിരിക്കാം, ഒരുപക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ അങ്ങനെ സംസാരിക്കേണ്ടി വന്നു എന്നുള്ളത്. അതിൽ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഹാപ്പിയാണ്. കാരണം ഇപ്പൊ ചിലപ്പോൾ നമ്മളിങ്ങനെ ബോൾഡായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഓഫറുകളൊക്കെ നഷ്ടപ്പെട്ടേക്കാം, നമ്മളാണെങ്കിൽ ശരിയാവില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ എന്നാലും ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്കറിയാം ഈ സമൂഹം എങ്ങനെയാണ് ബോൾഡായിട്ടുള്ളവരെ അല്ലെങ്കിൽ വ്യക്തിത്വമുള്ള സ്ത്രീകളെ എങ്ങനെയാ കാണുന്നത്. അപ്പം ഇതൊക്കെയാണ് സംഭവം. റിനി ഇതിനകത്ത് നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. ആ കളി നീ തീക്കൊള്ളിയും കൊണ്ടാണ് ചോദിയതെന്നാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പം ഇത് കേൾക്കുന്ന എന്തെങ്കിലും അറിഞ്ഞു വെച്ചിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരുന്ന് പറയുന്നത്. അല്ലാണ്ട് ചുമ്മാ ഒരു മുറിക്കുള്ളിൽ ക്യാമറയും വെച്ചിട്ട് വായി തോന്നിയ കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന വ്യക്തികളല്ല നമ്മൾ. അപ്പം ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം റിനി തീക്കൊള്ളിയും കൊണ്ട് ചൊറിഞ്ഞോളൂ, പിന്നീട് അത് പൊള്ളുമ്പോഴത്തേക്ക് നീ പഠിച്ചോളൂ. നിന്റെ വായും കൊണ്ട് തന്നെ ചമ്മി നാറ് നിൽക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോവരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പം ഈ ഒരു ഇലക്ഷൻ സമയത്ത് LDFനും അടിക്കാൻ ഒരു വടി, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് വോട്ട് പിടിക്കാൻ. ഒരുപാട് നിങ്ങൾ ഈ 10 വർഷം ഈ ഭരണത്തിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഒന്നും നേടാനായില്ല. അപ്പൊ ഇതുപോലുള്ള ഈ ഒരുമാതിരി ചീഞ്ഞളിഞ്ഞ കേസ് വെച്ച് പെണ്ണ് കേസ് വെച്ചല്ല വോട്ട് പിടിക്കേണ്ട. അന്തസ്സായിട്ട് ചെയ്ത പ്രവർത്തനങ്ങൾ, നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ കാണിച്ചു വെച്ചിട്ട് വോട്ട് പിടിക്കുക. അല്ലാണ്ട് ഈ നാറിയ പണിക്ക് നിൽക്കാതിരിക്കുക എന്ന് മാത്രമേ നമുക്കിപ്പം ഒന്നും പറയാൻ ഉള്ളൂ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്താണ്, ഈ വീര്യം കൂടി വരും. നമ്മൾ ഈ പഴകിയ വീഞ്ഞിന് വീര്യം കൂടുതലെന്ന് പറയത്തില്ല. അതുപോലെ തന്നെ ഷാഫി പറമ്പലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും ഇവന്മാർക്ക് വീര്യം കുറച്ച് കൂടുതലാണ്. അത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവരുടെ ഫയർ എന്താണെന്ന്. പക്ഷെ നിങ്ങൾ അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പം ഇതൊക്കെയാണ് വിഷയങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടമുള്ളവരെ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ LDF ഇനി ഭരണത്തിൽ വരരുത് എന്നുള്ളവരും തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും വരെ ബൈ.